ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഏട്ടന് ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റ് ഏട്ടനാണ് കേട്ടോ ഒന്ന് അടുക്കളയ്ക്ക് കയറിയിട്ടുള്ളത്. ഞാനും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഇന്ന് റെസ്റ്റ് എടുത്തോളാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നും അടുക്കളയിൽ പണികൾ തന്നെയല്ലേ, അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആളുള്ളത്. എങ്കിലും ഞാനൊന്ന് ചെറുതായി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആളിന്ന് മസാല ദോശ ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാന്. അപ്പോൾ അതിനായിട്ട് ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞ് വെക്കുകയാണ്. അങ്ങനെ അതിൻ്റെ പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനെന്തായാലും വെറുതെ നിൽക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഓരോ പണികൾ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തോല് കളഞ്ഞ് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഓരോ വർത്തമാനങ്ങൾ നടക്കുന്നുണ്ട്, തല്ലുപിടികൾ നടക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ ഇതിൻ്റെ ഇടയിൽ സ്വാഭാവികമാണ് കേട്ടോ. പിന്നെ ഏട്ടൻ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നീറ്റാക്കിയിട്ടാണ് കേട്ടോ ഏട്ടൻ പോവുള്ളൂ. അത് ഏട്ടൻ്റെ ഒരു നല്ല സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട് ആൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടിൻ്റെ മുന്നിൽ നിന്ന് ബഹളം കേട്ടപ്പോൾ പോയി നോക്കിയത് കേട്ടോ. അപ്പോൾ വീടിൻ്റെ മുന്നിൽ ടാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മിച്ചുക്കുട്ടനുള്ള ഫുഡും മിച്ചുക്കുട്ടനൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ വന്നിരുന്നു. അതാകുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവന് കഴിക്കലൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ നോക്കി ബഹളം വെക്കലായിരുന്നു കേട്ടോ. അപ്പോഴാണ് സാധാ ദോശ കൊടുക്കണ്ട, എൻ്റെ സ്പെഷ്യൽ തൊപ്പി മസാല ദോശ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അതുമായിട്ട് വന്നത് കേട്ടോ. അത് കണ്ടപ്പോഴേക്കും മിച്ചുക്കുട്ടന് നല്ല സന്തോഷമായി. എന്നിട്ട് അതിൽ നിന്നൊക്കെ കുറച്ചെടുത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുള്ള ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഏട്ടൻ. അപ്പം ഞാനും കൂടെ നിന്നു. എങ്ങനെയാണ് ഈ തൊപ്പി ദോശ ഉണ്ടാക്കണതെന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ ദോശ ചുട്ടെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നടുകുന്ന് താഴോട്ടൊന്ന് ഒരു വരട്ട് കൊടുക്കുക കേട്ടോ. സിമ്പിളാണ്, എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ഞാൻ ഏട്ടൻ എങ്ങനെ ഉണ്ടാക്കണതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്നതാണ് കേട്ടോ. അങ്ങനെ തൊപ്പി ദോശയൊക്കെ ആയി. എന്നിട്ട് കുറച്ച് പ്ലേറ്റിലേക്ക് മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇത് കൊണ്ടുവയ്ക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബായ്.